നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി. പോലീസുകാർക്ക് സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെങ്കിൽ അത് ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള ലൈസൻസായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അഭിഭാഷകന് നേരെ പോലീസിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നടത്തിയ അതിക്രമങ്ങളും തെറിവിളിയുടെയും വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരള പോലീസിനെ വിമർശിച്ചത്. ജനങ്ങളോട് മാന്യമായി പെരുമാറണം, പോലീസ് സ്റ്റേഷനിലെത്തുന്ന പരാതിക്കാരോട് മാന്യമായി പെരുമാറണമെന്നുള്ളത് കാലാകാലങ്ങളായി ഇറങ്ങുന്ന ഉത്തരവുകളാണ്. എന്നാൽ അതൊന്നും അനുസരിക്കാൻ ഒരു കൂട്ടം പോലീസുകാർ തയ്യാറാകുന്നില്ല. പോലീസുകാരുടെ പെരുമാറ്റം മാന്യമാകണമെന്ന് ഹൈക്കോടതി എത്ര തവണ പറയണം? താൻ തന്നെ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും എത്ര തവണയാണ് പറയേണ്ടത്? മാനസിക സമ്മർദ്ദമാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദത്തിന് പരിശീലനത്തിന് പോകണം. അതിനുള്ള വകുപ്പ് പോലീസ് സേനയിലുണ്ട്. അതിലൂടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാകുന്നില്ലെങ്കിൽ ജോലി രാജിവെച്ച് പുറത്തു പോകണം. ഇതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ. കേരള പോലീസിന് തന്നെ നാണക്കേടായ സംഭവമാണ് ആലത്തൂരിലേത്. ഒരു വാഹനാപകട കേസുമായി ബന്ധപ്പെട്ട് വാഹനം വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനോട് റിനീഷ് എന്ന SI തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ആരുടെയോ മൊബൈൽ ഫോണിലൂടെ പുറം ലോകമറിഞ്ഞത്. അഭിഭാഷകനോട് എടോ പോടോ എന്ന് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്യാൻ വരെ തുനിയുന്ന കാര്യങ്ങൾ ഈ ദൃശ്യത്തിലുണ്ട്. ഇതിനു പിന്നാലെ ഈ ദൃശ്യങ്ങൾ വൈറലാവുകയായിരുന്നു. തുടർന്ന് അഭിഭാഷകൻ തന്നെ ഹൈക്കോടതിയിൽ പരാതി നൽകി. ആ പരാതി സ്വീകരിച്ച ഹൈക്കോടതിയാണ് കേരള പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചത്. അഭിഭാഷകർക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെന്നും സുരക്ഷ ലഭിക്കുന്നില്ലെന്നും അഭിഭാഷക അസോസിയേഷനും ഹൈക്കോടതി അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കേസ് പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ തെറ്റ് സംഭവിച്ചുവെന്നും ഇനി ആവർത്തിക്കില്ലെന്നും DGP കോടതി അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ന്യായീകരണം കൊണ്ട് കേസിനെ മാറ്റാനാകില്ലെന്ന് ഹൈക്കോടതി നിശിതമായി വിമർശിച്ചു. ഇതിനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയെടുക്കാൻ കഴിയും? തുടർന്ന് അന്വേഷണ വിധേയമായ റിനീഷ് എന്ന SIയെ ആലത്തൂർ സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറ്റി. അതിനുശേഷം സംഭവത്തിൽ ഖേദപ്രകടനം നടത്തുന്നുവെന്നും ഇനി തെറ്റ് ആവർത്തിക്കില്ലെന്നും സത്യവാങ്മൂലം നൽകുകയായിരുന്നു SI. ഈ സത്യവാങ്മൂലം കൂടി പരിശോധിച്ച ശേഷമാണ് ഇന്ന് വീണ്ടും രൂക്ഷമായ വിമർശനം ഹൈക്കോടതി നടത്തിയത്. സത്യവാങ്മൂലത്തിൽ അഭിഭാഷകനെ തെറിവിളിക്കുന്നതും മോശം പദപ്രയോഗം നടത്തുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു അഭിഭാഷകന് പോലീസ് സ്റ്റേഷനിൽ ഇത്രത്തോളം മോശമായ അവസ്ഥയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? കോടതി ചോദിച്ചത് ഇതാണ്. കോടതിയുടെ വാക്കുകൾ അതീവ ഗൗരവമുള്ളതായിരുന്നു. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് എന്താണ് പറ്റിയത്? കേരളത്തിലെ പോലീസ് സേന ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണോ, അതോ ജനങ്ങളുടെ മേൽ മെക്കിട്ടു കയറാൻ വേണ്ടിയാണോ? ജനങ്ങളുടെ മേൽ കുതിര കയറാൻ മാനസിക സമ്മർദ്ദം എന്നത് ഒരു ലൈസൻസ് അല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അങ്ങനെ ലൈസൻസ് നൽകിയാൽ ജനങ്ങളോട് പോലീസുകാർ ക്രൂരത കാണിക്കും. ഹൈക്കോടതിയിലെ ചില വാക്കുകളിലേക്ക് നമുക്ക് നോക്കാം. പോലീസിന്റെ ആണെങ്കിലും ജഡ്ജിയുടെ ആണെങ്കിലും ആ യൂണിഫോം ഇട്ടാൽ പദവിക്ക് ചേർന്ന വിധമാണ് പെരുമാറേണ്ടത്. ജനങ്ങൾക്ക് ആ യൂണിഫോമിൽ വിശ്വാസമുണ്ട്. അതിനർത്ഥം ജനങ്ങൾക്ക് മേൽ അധികാരം പ്രയോഗിക്കണമെന്നല്ല. സമ്മർദ്ദമാണെന്ന് പറഞ്ഞ് അതിക്രമം കാണിച്ചാൽ വകവച്ചു തരാൻ പറ്റില്ല. അഭിഭാഷകനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? ജോലിയുടെ സമ്മർദ്ദം മോശം പെരുമാറ്റത്തിനുള്ള ലൈസൻസ് അല്ല. പോലീസിന്റെ സമ്മർദ്ദങ്ങൾ താങ്ങാനുള്ള പരിശീലനം പോലീസിന് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെങ്കിൽ ജോലി രാജിവെച്ച് പുറത്തു പോകണം. ഇതാണ് ഹൈക്കോടതിയുടെ വാക്കുകൾ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കുകൾ. സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് റിനീഷിനെ സ്ഥലം മാറ്റിയിരുന്നു. വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനും പോലീസ് സ്റ്റേഷനിലെ SIയുമായിട്ടായിരുന്നു തർക്കം. അഭിഭാഷകൻ അക്കിബ് സുഹേലിനെ SI അപമാനിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിനുശേഷമാണ് കോടതി സ്വമേധയാ ഇടപെട്ടത്.
കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ താൻ സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണെന്നും റിനീഷ് കോടതി അറിയിക്കുകയായിരുന്നു. കേസ് ഇന്ന് പരിഗണിച്ചപ്പോഴാണ് റിനീഷ് സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജഡ്ജിയുടെ ഇടപെടലുണ്ടായത്. അക്യൂബ് സുഹൈലിനെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് സത്യവാങ്മൂലത്തിൽ പറയുന്നില്ല എന്നതായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം റിനീഷിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് അറിയിക്കാൻ സംസ്ഥാന DGPക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ ജനങ്ങളോട് മോശമായി പെരുമാറാൻ പാടില്ലെന്ന് DGP തന്നെ ഇതിനു മുൻപ് പലതവണ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഉത്തരവുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കാത്തത്? മാർച്ച് 1 ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അഭിഭാഷകർക്ക് ജോലി ചെയ്യാനുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷനും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല അഭിഭാഷകരും പോലീസും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. പലപ്പോഴും കോടതികളിൽ തന്നെ അഭിഭാഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതിയിൽ അഭിഭാഷകർ രാജാവാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ രാജാവാകും. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. നമുക്കറിയാം, കോടതിയിൽ കൊണ്ടുവരുന്ന ചില കോടതിയിൽ പ്രതികളുമായി എത്തുന്ന പോലീസുകാരും അവിടുത്തെ അഭിഭാഷകരും തമ്മിൽ വാക്ക് തർക്കവും കയ്യാങ്കളിയും എത്തിയ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ കോടതിയുടെ ഉത്തരവുമായി എത്തിയ അക്യൂബ് സുലൈഹ് എന്ന ഒരു അഭിഭാഷകനോട് SI മോശമായി പെരുമാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് എന്നുള്ള ന്യായീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്നാൽ അഭിഭാഷകരുടെ വിഷയമായതുകൊണ്ട് തന്നെ കോടതി ഇതിൽ ഗൗരവമായാണ് ഇടപെട്ടത്. കോടതിയുടെ ഇടപെടലും കോടതിയുടെ വിമർശനവും അതിരൂക്ഷമായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയെ തന്നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം വരെ എത്തിയ കാര്യങ്ങൾ. എന്തായാലും ഈ കേസ് മാർച്ച് മാസം 1 തീയതി പരിഗണിക്കുമ്പോൾ കൂടുതൽ നടപടി ഉണ്ടാകാതിരിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകൾ, സംസ്ഥാന പോലീസ് വകുപ്പ് എടുത്ത ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളൊക്കെ തന്നെ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള പോലീസിനെ കുറിച്ച് അത്രത്തോളം നല്ല അഭിപ്രായമല്ല അടുത്ത കാലങ്ങളിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്രത്തോളം മോശമായ അഭിപ്രായങ്ങൾ കേരള പോലീസിനെ കുറിച്ചുണ്ടായി. ബലാത്സംഗ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ, തട്ടിപ്പ് കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ, 1 2 ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടും സർവീസിൽ തുടർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, സുഹൃത്തിന്റെ കടയിലെ പണപ്പെട്ടിയിൽ നിന്നും പണം മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ ക്രിമിനൽ കേസുകളിൽപ്പെട്ട 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചരിത്രമാണ് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ കേരള പോലീസിൽ നിന്ന് പുറത്തു വന്നത്. അതിൽ നിരവധി പേർക്കെതിരെ നടപടിയെടുത്തു. പലരെയും സർവീസിൽ നിന്നും പൂർണ്ണമായി നീക്കി. ചരിത്രപരമായ പല നടപടികളും പോലീസ് സേനയിൽ അടുത്തിടെ സ്വീകരിച്ചു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അപ്പോഴും പോലീസ് സേനയിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥർക്ക് കുറവില്ല, ജനങ്ങളോട് മോശമായി പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറവില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ആലത്തൂർ സംഭവം പോലീസ് സേനയിൽ ഒരു ശുദ്ധികലശത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോടതിയുടെ നിതാന്തമായ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. കാരണം പരാതിക്കാരൻ അഭിഭാഷകനാണ്, പരാതിക്കാരൻ കോടതിയുടെ ഉത്തരവുമായി എത്തിയതാണ്. എന്നിട്ടും അധിക്ഷേപം നേരിടേണ്ടി വന്നാൽ ആ സാഹചര്യത്തിൽ, ആ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് കോടതി ചോദിച്ചത്. ഇത് ഒരു മാതൃകാപരമായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയുടെ നിലപാട്.